അമ്മേ ശരണം ദേവീ ശരണം. നമസ്തേ സജ്ജനങ്ങളെ, അനന്തപുരിയിലെ ഉത്സവ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഹരിപ്രിയ പ്രൊഡക്ഷൻസിൻ്റെ ഭക്തി നിർഭരവും ആചാര അനുഷ്ഠാനങ്ങൾക്കും ക്ഷേത്രോത്സവങ്ങൾക്കും പ്രാധാന്യം നൽകി വീഡിയോ പകർപ്പായി സൂക്ഷിക്കുന്ന ഞങ്ങളുടെ സംരംഭത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് ആനയറ കല്ലുമൂട് പേട്ട ശ്രീ പഞ്ചമി ദേവി ക്ഷേത്രത്തിലെ അശ്വതി മഹോത്സവം 2024 ജനുവരി 13 മുതൽ 19 വരെ നടക്കുകയുണ്ടായി. രണ്ടാം ഉത്സവ ദിവസമായ 14-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം ക്ഷേത്രത്തിൽ നടന്ന ക്ഷേത്ര ചടങ്ങുകളുടെയും പഞ്ചുരുളി തെയ്യത്തിൻ്റെയും പ്രസക്ത ഭാഗങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ഹരിപ്രിയ പ്രൊഡക്ഷൻസ് ഈ വീഡിയോ ഭക്തജനങ്ങൾക്കായി സവിനയം സമർപ്പിച്ചുകൊള്ളുന്നു. ശാന്തഭാവത്തിൽ ദുർഗാദേവിയും രൗദ്രഭാവത്തിൽ വാരാഹി പഞ്ചമി ദേവിയും നാലമ്പലത്തിനുള്ളിൽ തുല്യ പ്രാധാന്യത്തോടെ കുടികൊള്ളുന്നു. ഭാരതത്തിലെ തന്നെ അത്യപൂർവ ക്ഷേത്രമാണ് ശ്രീ പഞ്ചമി ദേവി ക്ഷേത്രം. 6 കൈകളോട് കൂടിയ വാരാഹി പഞ്ചമി ദേവി പ്രതിഷ്ഠിതമായ കേരളത്തിലെ ഏക ക്ഷേത്രമായ ശ്രീ പഞ്ചമി ദേവി ക്ഷേത്ര ചരിത്രം ഇങ്ങനെ പറയുന്നു. ദേശത്തിൻ്റെ ആത്മചൈതന്യമായി അനുഗ്രഹം ചൊരിഞ്ഞ് നിൽക്കുന്ന അമ്മമാരായ ദുർഗാദേവിയും വാരാഹി പഞ്ചമി ദേവിയും തുല്യ പ്രാധാന്യത്തോടു കൂടി കുടികൊള്ളുന്ന ശ്രീ പഞ്ചമി ദേവി ക്ഷേത്രത്തിന് 5 നൂറ്റാണ്ടോളം പഴക്കമുള്ളതായി പറയപ്പെടുന്നു. ആദിപരാശക്തിയായ ദേവിയുടെ സർവ്വസൈന്യാധിപയാണ് സപ്തമാതൃക്കളിൽ 5ാമത്തേതായ വാരാഹി പഞ്ചമി ദേവി. അത്തരത്തിൽ ദുർഗാദേവിയും വാരാഹി പഞ്ചമി ദേവിയും വലതും ഇടതുമായി ചൈതന്യം ചൊരിഞ്ഞു നിൽക്കുന്ന ക്ഷേത്രം ഒരുപക്ഷെ ലോകത്തിൽ തന്നെ മറ്റെങ്ങും ഉണ്ടാകാനിടയില്ല. വാരാഹി പഞ്ചമി ദേവിയെ വൈഷ്ണവ ശൈവ ശാക്തേയ രീതികളിൽ പൂജിക്കാമെന്ന പ്രത്യേകതയുമുണ്ട്. തെക്കത് സമ്പ്രദായത്തിലാണ് ആദ്യകാലത്ത് ദേവിയെ ആരാധിച്ചു വന്നത്. പീഠവും വാളുമായിരുന്നു അന്നത്തെ പ്രതിഷ്ഠ. വർഷത്തിൽ ഒരു ദിവസം നടക്കുന്ന കൊടുതി, അതായത് ഉത്സവം, അക്കാലത്ത് ഒരു സമൂഹത്തിൻ്റെ ആകെ കൂട്ടായ്മ വിളംബരം ചെയ്യുന്നതായിരുന്നു. കൊടുതിയുടെ അന്ന് ഉച്ചയ്ക്ക് നടക്കുന്ന പന്തീരുനാഴി പൂജയായിരുന്നു പ്രധാന വഴിപാട്. ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമായി കരുതുന്ന വലിയ ഉദയാദിച്ചപുരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പൂജാരിമാരാണ് ആദ്യകാലം മുതൽ പന്തീരുനാഴി പൂജാ ചടങ്ങ് നിർവഹിച്ചിരുന്നത്. ഇന്നും ഈ ക്ഷേത്രത്തിൽ ഉത്സവവും മറ്റ് പ്രധാന ചടങ്ങുകളും ആരംഭിക്കുന്നതിന് മുമ്പ് വലിയ ഉദയാദിച്ചപുരം മഹാദേവർക്ക് വഴിപാട് നടത്തുക എന്നത് നിഷ്ഠയോടെ ചെയ്തു വരുന്ന കാര്യമാണ്. 1970കളുടെ ആരംഭത്തിൽ പൗർണമി പൂജ ആരംഭിച്ചതോടെ മാസത്തിൽ ഒരു പ്രാവശ്യം നട തുറക്കാൻ ആരംഭിച്ചു. 1980കളുടെ മധ്യത്തിൽ പീഠത്തിന് ജീർണത ബാധിച്ചു എന്നു കണ്ടെത്തിയതിനെ തുടർന്ന് അന്ന് ക്ഷേത്രകാര്യങ്ങൾ നോക്കി വന്നിരുന്ന കാരണവന്മാർ ദൈവഹിതം നോക്കി പ്ലാവിൽ തീർത്ത പുതിയ പീഠം പ്രതിഷ്ഠിക്കുകയായിരുന്നു. ഋഷിമംഗലം വാസുദേവൻ പോറ്റിയാണ് അന്ന് പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചത്. പ്രതിഷ്ഠാകർമ്മത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞത് ഇവിടം ഒരു മഹാക്ഷേത്രമായി മാറുമെന്നതാണ്. അക്കാര്യം അക്ഷരാർത്ഥത്തിൽ ഇന്ന് യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നു. ഇക്കാലയളവിൽ മണ്ഡലകാല പൂജയും ആരംഭിച്ചു. അങ്ങനെയാണ് നിത്യപൂജയുള്ള ഒരു ക്ഷേത്രം വേണമെന്ന ആശയം രൂപപ്പെട്ടത്. ക്ഷേത്ര നിർമ്മാണം സംബന്ധിച്ച് ചെമ്പഴന്തി കൊച്ചുനാരായണൻ ജ്യോത്സ്യനാണ് 1992 ദൈവഹിതം നോക്കിയത്. പരിണിതപ്രജ്ഞനായ കരിക്കകം വേലായുധൻ ആശാരിയാണ് ക്ഷേത്രത്തിന് സ്ഥാനനിർണയം നടത്തുകയും വിഗ്രഹത്തിൻ്റെ കണക്ക് നൽകുകയും ചെയ്തത്. 1992 മെയ് മാസം 5-ന് വെളുപ്പിന് 2:30-നും 3:15-നും മധ്യേയുള്ള ശുഭമുഹൂർത്തത്തിലാണ് ഇപ്പോൾ ദുർഗാദേവിയായി ആരാധിച്ചു വരുന്ന ബിംബം പ്രതിഷ്ഠിച്ചത്. പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചത് കുന്നത്തുകാൽ ഹരിദാസൻ പോറ്റിയാണ്. നിത്യപൂജ ആരംഭിച്ചതോടെ ഉത്സവാദി ചടങ്ങുകൾ 3 ദിവസമായി. പഞ്ചമി ദേവിയായി തന്നെയാണ് അന്നു മുതൽ ഭക്തജനങ്ങൾ ആരാധന നടത്തി വന്നത്. 2000 ആണ്ടോടടുപ്പിച്ച് പഞ്ചമി പൂജയും ആരംഭിച്ചു. 2007 ഇപ്പോഴത്തെ തന്ത്രി മാവേലിക്കര കണ്ടിയൂർ നീലമന ഇല്ലത്ത് പ്രശാന്ത് ജി നമ്പൂതിരി തന്ത്രിയായി അവരോധിതനായ ശേഷം ക്ഷേത്ര നവീകരണം നടന്നു. അന്ന് ഷടാധാര പ്രതിഷ്ഠയായാണ് ബിംബം പ്രതിഷ്ഠിച്ചത്.
തുടർന്ന് ഉത്സവം 7 ദിവസമായി മാറുകയും വേട്ടയും ആറാട്ടും ആരംഭിക്കുകയും ചെയ്തു. പിന്നീട് കൊടിമരം കൂടി വന്നതോടെ ഈ ക്ഷേത്രം മഹാക്ഷേത്രമായി മാറി. ഭക്തജനങ്ങളുടെ ആവശ്യപ്രകാരം 2018 മെയ് 16, 17, 18 തീയതികളിൽ ഗുരുവായൂർ സുരേഷ് പണിക്കരുടെ നേതൃത്വത്തിൽ നടന്ന ദേവപ്രശ്നത്തിലാണ് ക്ഷേത്ര ചരിത്രത്തിൽ വഴിത്തിരിവായി മാറിയ കണ്ടെത്തലുകൾ നടത്തിയത്. 1992 പ്രതിഷ്ഠിച്ച വിഗ്രഹത്തിൻ്റെ അവയവ വിധാനം ശംഖചക്ര വരദ അഭയത്തോടു കൂടിയതാകയാൽ ദുർഗാവിധാനമെന്ന് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നാണ് ദൈവജ്ഞൻ ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ പഞ്ചമി ദേവിക്ക് സ്വതന്ത്രമായ ആരാധന ലഭിക്കാതെ വന്നതിനാൽ ആ ദേവിയുടെ പ്രാധാന്യം ലഭിക്കുവാനായി ലക്ഷണമൊത്ത ശ്രീകോവിലിൽ ദേവിയെ പ്രതിഷ്ഠിച്ച് തുല്യ പ്രാധാന്യത്തോടെ ആരാധിക്കേണ്ടതാണെന്ന് ദൈവജ്ഞൻ ചൂണ്ടിക്കാട്ടി. ഇതിനെ തുടർന്ന് വാസ്തുവിദഗ്ധനായ ഡോക്ടർ കെ മുരളീധരൻ നായർ നാലമ്പലത്തിനുള്ളിൽ ക്ഷേത്രത്തിനുള്ള സ്ഥാനം കണ്ടെത്തുകയും ശില്പി പാപ്പനംകോട് രാജേഷിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രം നിർമ്മിക്കുകയുമായിരുന്നു. ഇരിങ്ങാലക്കുട ശ്രീപുരം എൽ ഗിരീഷ് കുമാറാണ് ധ്യാനം നൽകിയത്. തന്ത്ര വിശാരദനായ ദേവനാരായണൻ തന്ത്രിയും ഇക്കാര്യത്തിൽ വിദഗ്ധ ഉപദേശം നൽകി. ചെങ്ങന്നൂർ സദാശിവൻ ആശാരിയാണ് വിഗ്രഹം നിർമ്മിച്ചത്. ദൈവജ്ഞനായ വെമ്പായം സനൽ കുറിച്ചു നൽകിയ 2021 ജനുവരി 15 പകൽ 11:05 11:55 മധ്യേയുള്ള ഉത്തരായനത്തിലെ അത്യുത്തമ മുഹൂർത്തത്തിലാണ് വരദമുദ്രിതയായി മണി, ഉലക്ക, വാൾ, കലപ്പ, ഗദ എന്നിവ ധരിച്ച് 6 കൈകളോട് കൂടിയ വാരാഹി പഞ്ചമി ദേവിയെ പ്രതിഷ്ഠിച്ചത്. കേരളത്തിൽ തന്നെ അത്യപൂർവ പ്രതിഷ്ഠയാണിത്. ഇപ്പോൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ധാരാളം ഭക്തജനങ്ങൾ വാരാഹി പഞ്ചമി ദേവിയെ ദർശിക്കാനായി എത്തുന്നുണ്ട്. മാത്രമല്ല, നിരവധി വിദേശ മലയാളികൾ നാട്ടിലെത്തുമ്പോൾ അമ്മമാരെ ദർശിക്കാൻ എത്തുന്നു. ഉദ്ദിഷ്ടകാര്യ സാധ്യത്തിനായി ദുർഗാദേവിക്ക് നവദീപവും വാരാഹി പഞ്ചമി ദേവിക്ക് പഞ്ചമി ദീപവും, അതായത് നാളികേര നെയ്വിളക്ക്, ഭക്തജനങ്ങൾ സമർപ്പിക്കുന്നു. ഇത് 12 പ്രാവശ്യം സമർപ്പിച്ചാൽ വിചാരിക്കുന്ന കാര്യം നടക്കുമെന്ന് ഉറപ്പാണ്. ഇതിന് അനുഭവസാക്ഷ്യങ്ങളുമുണ്ട്. മഹാഗണപതി, അയ്യപ്പൻ, നാഗദൈവങ്ങൾ, വനദുർഗ, ഭദ്രകാളി, ചാമുണ്ടേശ്വരി, നവഗ്രഹങ്ങൾ എന്നീ ഉപദേവാലയങ്ങളും ഇവിടെയുണ്ട്. വെളുത്ത പക്ഷ പഞ്ചമിക്ക് ദുർഗാദേവിക്കും കറുത്ത പക്ഷ പഞ്ചമിക്ക് വാരാഹി പഞ്ചമി ദേവിക്കും നവക കലശാഭിഷേകങ്ങളും പൗർണമി തോറും ഭഗവതി സേവയും ആയില്യത്തിന് നാഗദൈവങ്ങൾക്ക് 100 പാലും ആയില്യ പൂജയും നടന്നു വരുന്നു. പഞ്ചമി നാളുകളിൽ രാവിലെ മുതൽ പ്രസാദക്കഞ്ഞി വിതരണവും മലയാള മാസം 1-ാം തീയതി തോറും അന്നദാനവും നടക്കുന്നുണ്ട്. മകരമാസത്തിലെ അവിട്ടം നക്ഷത്രത്തിൽ കൊടിയേറി 7 നാൾ നീണ്ടു നിൽക്കുന്ന അശ്വതി മഹോത്സവം ഒരു നാടിൻ്റെ ആകെ മഹോത്സവമായാണ് കൊണ്ടാടുന്നത്. പഞ്ചമി ദേവി ക്ഷേത്രത്തിലെ ഉത്സവ സദ്യ പ്രസിദ്ധമാണ്. ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് സദ്യയിൽ പങ്കുകൊള്ളുന്നത്. 4-ാം ദിവസം ദുർഗാദേവിയും വാരാഹി പഞ്ചമി ദേവിയും ദേശകാഴ്ചകൾക്കായി എഴുന്നള്ളുന്നു. 5-ാം ദിവസം 3-ാം മനയ്ക്കൽ ജംഗ്ഷനിൽ ഒരുക്കുന്ന വേട്ടക്കളത്തിലാണ് വേട്ട നടക്കുന്നത്. 6-ാം ദിവസം പൊങ്കാല. അന്ന് വൈകുന്നേരം വലിയ ഉദയാദിത്യപുരം മഹാദേവ ക്ഷേത്രക്കുളത്തിൽ ആറാട്ട് നടക്കും. 7-ാം ദിവസം രാത്രി വാരാഹി പഞ്ചമി ദേവി നടയിൽ നടക്കുന്ന വലിയ ഗുരുതിയോടെയാണ് ഉത്സവം സമാപിക്കുന്നത്. ഇവിടെ തന്ത്രസ്ഥാനം വഹിക്കുന്നത് തന്ത്രരത്നം പ്രശാന്ത് ജി നമ്പൂതിരി അവർകളും നീലമന ഇല്ലം കണ്ടിയൂർ മാവേലിക്കര. ക്ഷേത്ര മേൽശാന്തി മാധവൻ നമ്പൂതിരി അവർകളുമാണ്. മേക്കാട്ടില്ലം പയ്യന്നൂർ. ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുവാനുള്ള വഴി കിഴക്കേക്കോട്ടയിൽ നിന്നും പാളയം വഴി പേട്ട, കല്ലമ്മൂട്, ആനേറ ജംഗ്ഷനിൽ എത്തിച്ചേരാം. വലതുഭാഗത്തായി ക്ഷേത്രഗോപുരം കാണാവുന്നതാണ്. അവലംബനം: 2024 നടന്ന ക്ഷേത്രോത്സവത്തിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഇത്രയും വിശദമായ വിവരങ്ങൾ ഹരിപ്രിയ പ്രൊഡക്ഷൻസ് എന്ന ഞങ്ങളുടെ ചാനലിൽ നൽകിയത് ക്ഷേത്ര സെക്രട്ടറി കെ ശശിധരൻ അവർകളാണ്. ഈ വീഡിയോ കണ്ട് ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വിവരം ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ശ്രീ പഞ്ചമി ദേവി നമോസ്തുതേ എന്നെഴുതി അറിയിക്കുക. ഈ വീഡിയോ കാണുകയും മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുകയും മറ്റ് ദേശവാസികൾക്ക് എത്തിക്കുന്നതും വഴി ഈ ക്ഷേത്രത്തിൻ്റെ കീർത്തിയും യശസ്സും വർദ്ധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി അടുത്തൊരു ക്ഷേത്ര വിശേഷങ്ങളുമായി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം. ഹരിപ്രിയ പ്രൊഡക്ഷൻസിന് വേണ്ടി ഞാൻ ഹരിപ്രിയ രാജ്കുമാർ.
ലോകാ സമസ്താ സുഖിനോ ഭവന്തു.
ഈ നാട്ടിലെ എല്ലാ